മേലെ മോളെ തൊട്ടാ നിന്റെ കൈ ഞാൻ വിട്ടും. ഇപ്പൊ തൊട്ടുപോയില്ലേ, നീ അങ്ങ് ക്ഷമി. ആ, ഇനി തൊടേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോ ഒരു അത്യാവശ്യം ആയതുകൊണ്ടാ. എന്റെ ജോലി തീരുകയും ചെയ്തു. കണ്ടില്ലേ, അവള് മൊത്തം അകത്താക്കി. ഇതാർക്കായി ചായ? പ്രീതി കുഞ്ഞിന്. ആ, ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോട്ടെ നിന്റെ പ്രീതി കുഞ്ഞിന്. വെറുതെ ഇരുന്ന് ബോറടിക്കുന്നടി. നിന്റെ പ്രീതി കുഞ്ഞിന് മുന്നിലൂടെ കവാത്ത് വെക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ ജോലി. ആ ബോറടി മാറ്റാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ കാഴ്ചയിൽ ഞാനൊരു വില്ലത്തിയാ. ഞാനത്ര നല്ല ആളാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. പക്ഷേ എപ്പോഴും ഈ വില്ലത്തരം മാത്രം ചെയ്തോണ്ടിരുന്നാലും ബോറടിക്കില്ലേ? നീ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ഒറ്റ കണ്ണൻ ഒരു പരുന്തിനെയും തോളത്ത് വെച്ച് കുറെ മുതലക്കുഞ്ഞുങ്ങളെ വളർത്തി നടക്കുന്നത്. ഹാ, ഫുൾ ടൈം അങ്ങനെ നടക്കാൻ പറ്റുമോ? പുള്ളിക്കാരന് ഈ ഫൈറ്റ് സീനും ഐറ്റം ഡാൻസും ഒക്കെ ബോറടിക്കില്ലേ? അപ്പൊ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നും. അങ്ങനെ ഞാനും നന്നായിടി. ഇതേ ഞാൻ കൊടുത്തോളാം. നിന്റെ മുഖത്തെ ഈ പരിഹാസവും വിജയവും ചേർന്നുള്ള ഈ ചിരി പെട്ടെന്ന് മായും. നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. സുസ്മിത പ്രീതി കുഞ്ഞിനുള്ള ചായയായിട്ട് മോളിലേക്ക് പോയി. അപ്പോഴൊന്നും പാറക്കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നോ? അച്ഛൻ ഇവള് നമ്മുടെ അവളെ കുറ്റം പറയേണ്ടത്. വിഷപ്പാമ്പിനെ വെട്ടിക്കറ്റി വളർത്തിയില്ലേ? അതെപ്പോഴായാലും കൊത്തു നോർക്കണമായിരുന്നു. വിഷമിറക്കേണ്ടത് അതിന്റെ കടമയല്ലേ? പരസ്പരം കുറ്റപ്പെടുത്താനും പഴിചാരാനുള്ള സമയമല്ലത്. നമുക്ക് നമ്മുടെ മോളെ രക്ഷിക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റാന്നൊന്ന് ആലോചിക്കും. സംശയമൊന്നുമില്ല മോളെ. പ്രീതിക്ക് കൊടുത്ത ഡ്രഗ് അവള് മോക്ക് കൊടുത്തു. അത്രേ ഉള്ളൂ. ആ കുഞ്ഞു ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയാ സംഭവിക്കാൻ പോണെ ഭഗവാനെ.